ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് കേരള ജോഗ്രഫിയിലെ കേരളവും കൃഷിയും എന്നതിനെ കുറിച്ചിട്ടാണ്. അതിൽ പ്രധാനമായിട്ടും 2 വിളകളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അതിനുശേഷം ബാക്കിയുള്ളവയെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ തന്നെ ഉടനെ തന്നെ തരുന്നതായിരിക്കാം. അപ്പോൾ നമുക്ക് കേരളത്തെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും കേരളത്തിൻ്റെ കാർഷിക വിളകളെക്കുറിച്ചും അറിയാം. കേരളം എന്താണ് അറിയപ്പെടുന്നത്? കേരളം ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്നു. കേരളം ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്നു. കേരളത്തിൻ്റെ കാർഷിക വിസ്തൃതിയിൽ 62.1% നാണ്യവിളകളും 10.15% മാത്രമാണ് ഭക്ഷ്യവിളകളും അടങ്ങിയിരിക്കുന്നത്. കേരളത്തിൻ്റെ നെൽക്കിണ്ണം എന്നറിയപ്പെടുന്നത് പാലക്കാടാണ്. കേരളത്തിൻ്റെ നെൽക്കിണ്ണം എന്നറിയപ്പെടുന്നത് ഏതാണ്? പാലക്കാടാണ്. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ചിങ്ങം 1 വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത്. അപ്പോൾ വിളവെടുപ്പാണ് ഓണം. വിളവിറക്കലുമായി ബന്ധപ്പെട്ട ഉത്സവം വിഷുവാണ്. വിളവെടുപ്പ് ഓണവും വിളവിറക്കൽ വിഷുവുമാണ്. കർഷക ദിനം എന്നറിയപ്പെടുന്നത് ചിങ്ങം 1. സംസ്ഥാന ജനസംഖ്യയുടെ 50% കൂടുതലും നമ്മുടെ കേരളത്തിൽ എന്താണ്? കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് അല്ലെ? കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. കേരളത്തിലെ ആദ്യത്തെ കൃഷി വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് സി അച്യുതമേനോനാണ്. ആരാണ്? സി അച്യുതമേനോനാണ്. കേരളത്തിലെ കൃഷി വകുപ്പിൻ്റെ പ്രഥമ ഡയറക്ടർ PD നായരുമാണ്. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും കൃഷിഭവൻ പ്രവർത്തനം ആരംഭിച്ചത് 1987 എപ്പോഴാണ്? 1987 ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കേരളമാണ്. സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന ജില്ല ചോദിക്കുകയെന്ന് പറഞ്ഞാൽ ഇടുക്കിയാണ്. ഏതാണ്? ജില്ല ഇടുക്കിയാണ്. നമ്മുടെ കേരളത്തിലെ ഭൂവിസ്തൃതിയിൽ ഏറ്റവും കൂടുതൽ ഭാഗത്ത് ഉൾക്കൊള്ളുന്ന വിളകൾ പറഞ്ഞാൽ നാണ്യവിളകളാണ്. ഏതാണ്? നമ്മൾ പറഞ്ഞില്ല 62.1% നാണ്യവിളകളാണെന്ന് പറഞ്ഞു. അതിൽ പെടുന്നതാണ് കശുമാവും കുരുമുളകും തെങ്ങും റബ്ബറും കാപ്പിയും തേയിലയും ഏലവും ഒക്കെ. അതിൽ നാണ്യവിളകളിൽ ഏറ്റവും കൂടുതൽ വരുന്നത് തെങ്ങാണ് കേട്ടോ. കേരളത്തിൽ കൃഷി ചെയ്യുന്ന പ്രധാന ഭക്ഷ്യവിളകളാണ് നെല്ല്, മരച്ചീനി, പയർവർഗ്ഗങ്ങൾ എന്നിവ. അതിൽ ഏറ്റവും കൂടുതലുള്ളത് നെല്ലാണ്. 10.15% ആണുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കാർഷിക വിള എന്ന് പറയുന്നത് നെല്ലാണ് എന്ന് പറഞ്ഞു. കിഴങ്ങ് വിള ചോദിക്കുകയെന്ന് പറഞ്ഞാൽ മരച്ചീനിയാണ്. കേരളത്തിലെ നെതർലാൻഡ് എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. കേരളത്തിൻ്റെ സംഭരണശാല എന്നും കൂടി കുട്ടനാട് അറിയപ്പെടുന്നു. അപ്പോൾ കേരളത്തിൻ്റെ നെതർലാൻഡ്, കേരളത്തിൻ്റെ സംഭരണശാല എന്നെല്ലാം അറിയപ്പെടുന്നത് കുട്ടനാടാണ്. കേരളത്തിലെ കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂരിലെ വെള്ളായണിക്കരയിലാണ്. തൃശ്ശൂരിലെ വെള്ളായണിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച നെൽകൃഷി പരിപാടിയാണ് എല്ലാവരും പാടത്തേക്ക് എന്നത്. അപ്പോൾ എല്ലാവരും പാടത്തേക്ക് എന്നത് എന്താണ്? സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കേരള സർക്കാർ അവതരിപ്പിച്ച നെൽകൃഷി പരിപാടിയാണത്. കേരള സർക്കാർ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള കർഷകർക്കായി ഏർപ്പെടുത്തിയ പെൻഷൻ പദ്ധതിയാണ് കിസാൻ അഭിമാൻ പെൻഷൻ പദ്ധതി. അപ്പോൾ കിസാൻ അഭിമാൻ പെൻഷൻ പദ്ധതി എന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിക്കരുത്. അത് കേരള സർക്കാരാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. 60 വയസ്സിന് മുകളിലാണ്. കേന്ദ്ര സർക്കാരാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ചിലപ്പോൾ നമ്മൾ പേര് കേട്ട് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് പറഞ്ഞതാണ് കിസാൻ അഭിമാൻ പെൻഷൻ പദ്ധതി കേരള സർക്കാരിൻ്റെയാണ്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടി എല്ലാവരും പാടത്തേക്ക് എന്നുള്ളത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. കർഷകർക്ക് വേണ്ടി ഗവൺമെൻറ് പലിശയില്ലാതെ ലോണ് നൽകുന്നുണ്ട്. ആ പദ്ധതിയാണ് ഗ്രീൻ കാർഡ് പദ്ധതി എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ജീവനി നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം എന്ന പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ വിഷവിമുക്ത പച്ചക്കറി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃഷി വകുപ്പിൻ്റെ പദ്ധതിയാണ് ജീവനി നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം. ആരുടെയാണ്? കൃഷി വകുപ്പിൻ്റെയാണ്. വിഷവിമുക്ത പച്ചക്കറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് മഞ്ജു വാര്യറാണ്. ആരാണ്? മഞ്ജു വാര്യറാണ്. കേരള കൃഷി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന മാസികയാണ് കേരള കർഷകൻ. അപ്പോൾ കേരള കൃഷി വകുപ്പിൻ്റെ മാസികയുടെ പേര് ചോദിച്ചാൽ പറയാൻ അറിയണം, കേരള കർഷകൻ എന്നതാണ്. അതുപോലെ ജൈവ കൃഷി രീതിക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് കൃഷി വികസനം, ശുചിത്വ, മാലിന്യ സംസ്കരണം, മണ്ണ്, ജലം സംരക്ഷണം എന്നീ 3 മേഖലകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഹരിത കേരള മിഷൻ എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഹരിത കേരള മിഷൻ? ജൈവ കൃഷി രീതിക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് കൃഷി വികസനം, അതുപോലെ ശുചിത്വ, മാലിന്യ സംസ്കരണം, മണ്ണ്, ജലം എന്നിവയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ഹരിത കേരള മിഷൻ എന്ന് പറയുന്നത്. അത് 2016 ഡിസംബർ 8 ഉദ്ഘാടനം ചെയ്തത്. അതിൻ്റെ അധ്യക്ഷൻ പിണറായി വിജയനാണ്.
അതിൻ്റെ ടാഗ് ലൈൻ വരുന്നത് പച്ചയിലൂടെ വൃത്തിയിലേക്ക് എന്നതാണ്. ബ്രാൻഡ് അംബാസിഡർ KJ യേശുദാസ് ആണ് കേട്ടോ. അപ്പോൾ അത് മറക്കരുത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സുഭിക്ഷ കേരളം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടാന്ന് ചോദിച്ചാൽ ഭക്ഷ്യവിളയുടെ വിസ്തൃതി, ഉൽപാദനക്ഷമത എന്നിവ വർദ്ധിപ്പിച്ചു ഭക്ഷ്യസുരക്ഷ കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ 2020-21 ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷ കേരളം പദ്ധതി എന്ന് പറയുന്നത്. ഈ പദ്ധതി നമുക്കറിയാം 2020-21 പറഞ്ഞാൽ COVID-19 കാലഘട്ടത്തുമായിരുന്നു അല്ലേ. ആ സമയത്തുള്ള ഭക്ഷ്യവിതരണ ദൗർബല്യം നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന സംരംഭം കൂടിയാണ് ഈ സുഭിക്ഷ കേരളം പദ്ധതി എന്ന് പറയുക. ഭക്ഷ്യവിളയുടെ വിസ്തൃതിയും ഉൽപാദനവും ഒക്കെ വർദ്ധിപ്പിക്കുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. തരിശു നിലങ്ങളിലൊക്കെ അവരെന്ത് ചെയ്തു, നെല്ലും പച്ചക്കറി അതുപോലെ ഫലവിളകളും കൃഷിവിളകളും തിനവിളകളും എല്ലാം അവർ കൃഷി ചെയ്യുകയാണ് ഈ പദ്ധതിയിലൂടെ അവർ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ജനകീയവൽക്കരണം, അതായത് സംയോജിത കാർഷിക സമ്പ്രദായങ്ങളുടെ ജനകീയവൽക്കരണം, മഴമറ കൃഷി, കർഷകർക്ക് വായ്പാ സൗകര്യങ്ങൾ സുഗമമാക്കൽ എന്നിവയെല്ലാം ഈ സുഭിക്ഷ കേരളം പദ്ധതിയുടെ തന്നെ പരിപാടികളിൽ പെടുന്നതായിരുന്നു. ഈ പദ്ധതി പ്രകാരം സംയോജിത കൃഷി സമ്പ്രദായ യൂണിറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ കന്നുകാലി വളർത്തൽ, കോഴി വളർത്തൽ, ആട് വളർത്തൽ, തേനീച്ച വളർത്തൽ, കൂൺ കൃഷി എന്നിവയ്ക്ക് വേണ്ടിയിട്ടും ഇവർ സഹായം നൽകി എന്നതാണ് പറയുന്നത്. ഇതിൽ സുഭിക്ഷ കേരളത്തിൽ പറയുന്നു. അപ്പോൾ ഹരിത കേരളം മിഷൻ 2016 ഡിസംബർ 8, സുഭിക്ഷ കേരളം 2020-21 കോവിഡ് കാലഘട്ടത്തിൽ വന്നതാണ്. സംഭരണവുമായിട്ട് കൃഷി അഭിവൃദ്ധി പ്രാപിപ്പിക്കാനും സംഭരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് വരുന്നത്, സുഭിക്ഷ കേരളം പദ്ധതി വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ കേരളത്തിലെ നെല്ലിനത്തെക്കുറിച്ച് നോക്കാം. പക്ഷേ അതിന് മുമ്പ് നമ്മുടെ കേരളത്തിലെ നെൽകൃഷി രീതികളുണ്ട്. നമ്മുടെ കേരളത്തിൽ 3 തരം നെൽകൃഷി രീതികളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച. ആ ഓർഡറിൽ തന്നെ പഠിച്ചു വെച്ചാൽ മതി. വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച. വിരിപ്പ് ഏപ്രിലിൽ തുടങ്ങിയിട്ട് അവസാനത്തെ പുഞ്ച അവസാനിക്കുന്നത് ഏപ്രിലാണ്. അപ്പോൾ തുടക്കം വിരിപ്പ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ആ ഓർഡറിൽ പഠിച്ച് നമുക്ക് ഉറപ്പുണ്ടാവില്ല. അപ്പോൾ ഏപ്രിലിൽ തുടങ്ങിയത് അവസാനത്തെ പുഞ്ച അവസാനിക്കുന്നത് എപ്പോഴായിരിക്കണം? ഏപ്രിലായിരിക്കണം. അപ്പോൾ ഏപ്രിൽ, മെയ് എന്നീ മാസങ്ങളിൽ വിളവിറക്കുന്നതാണ് വിരിപ്പ്. ഏപ്രിൽ, മെയ് മാസങ്ങളിൽ. ആ വേനൽക്കാലത്ത് വിളവിറക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, വിരിപ്പ് കൃഷി എന്ന് പറയുന്നത്. അത് വിളവെടുക്കുന്നത് എപ്പോഴാണ്? സെപ്റ്റംബർ, ഒക്ടോബർ മാസത്തിലാണ്. ഏപ്രിൽ 6 മാസത്തെ വ്യത്യാസം. ഏപ്രിലിൽ വിളവിറക്കിയ സെപ്റ്റംബർ, അല്ലെ മെയ്യിൽ വിളവിറക്കിയ ഒക്ടോബർ എന്നിങ്ങനെ 6 മാസത്തെ വ്യത്യാസം വെച്ച് നോക്കുക. ഏപ്രിലിൽ വിളവിറക്കിയത് സെപ്റ്റംബറിലാണ് വിളവെടുക്കുന്നത്. ഏപ്രിൽ, മെയ് കഴിഞ്ഞ് ജൂൺ, ജൂലൈ ആ സമയത്തേക്ക് നമ്മൾ എന്താ പറയുക, ഇടവപ്പാതി എന്നുള്ള പറയാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ ഇടക്ക് വന്ന കാലവർഷം ഇടവപ്പാതിയൊക്കെ എന്താണ്? ജൂൺ മാസങ്ങളിൽ പെയ്യുന്ന ആ മഴയെയാണ്, തെക്ക് പടിഞ്ഞാറൻ മഴയെയാണ് ഇടവപ്പാതി എന്ന് പറയാറുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഖാരിഫ് വിള, ശരത്കാല വിള എന്നെല്ലാം അറിയപ്പെടുന്നത് ഈ വിരിപ്പ് കൃഷിയെ തന്നെയാണ്. വേനൽക്കാലം മഴയോടുകൂടി മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ് കേട്ടോ. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ നിലമൊരുക്കി ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ. എപ്പോഴാണ്? ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലാണ് കൊയ്ത്ത് നടത്തുന്ന വിരിപ്പ് കൃഷി. കൊയ്ത്ത് നടത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, വിരിപ്പ് കൃഷി എന്ന് പറയുന്നത്. അതുപോലെ ഓഗസ്റ്റ്, സെപ്റ്റംബർ ആ മാസത്തിൻ്റെ ലാസ്റ്റ് നമ്മൾ എപ്പോഴാണ് വിളവെടുത്ത് കഴിഞ്ഞത് ആ മാസത്തെ അടുത്ത കൃഷി തുടങ്ങുക. ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ വിളവിറക്കി നവംബർ, ഡിസംബർ മാസങ്ങളിൽ കൊയ്തെടുക്കുന്ന കൃഷിയാണ് മുണ്ടകൻ കൃഷി എന്ന് പറയുന്നത്. ബാക്കി 3 മാസം, ആദ്യം നമ്മൾ ഒരു 6 മാസം പറഞ്ഞില്ല, അതിന് ഒരു 3 മാസത്തെ കൃഷിയാണ് എന്തെന്ന് പറയുന്നത്, മുണ്ടകൻ കൃഷി എന്ന് പറയുന്നത്. അതിന് വീണ്ടും 3 മാസമല്ലേ ബാക്കിയുള്ളൂ. അപ്പോൾ അതായിരിക്കും എന്തെന്ന് പറയുന്നത്, പുഞ്ചകൃഷി എന്ന് പറയുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ വിള ലഭിക്കുന്നത് ഏത് കൃഷിയാണ് എന്ന് ചോദിച്ചാൽ അത് മുണ്ടകൻ കൃഷിയാണ് അല്ലേ. അപ്പോൾ ഓഗസ്റ്റ്, സെപ്റ്റംബറിൽ വിളവിറക്കി നവംബർ, ഡിസംബർ മാസങ്ങളിൽ കൊയ്തെടുക്കുന്ന കൃഷി രീതിയാണ് മുണ്ടകൻ കൃഷി എന്നറിയപ്പെടുന്നു. അതാണ് ഏറ്റവും കൂടുതൽ വിളവ് നൽകുന്നത്. ഡിസംബർ, ജനുവരി മാസങ്ങളിൽ ആരംഭിച്ച് മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ വിളവെടുക്കുന്ന രീതിയാണ് പുഞ്ചകൃഷി എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും മുഖ്യ ഭക്ഷ്യവിള എന്ന് പറയുന്നത് നെല്ലാണ്. ചിങ്ങം 1 കർഷക ദിനമായി ആചരിക്കുന്നു. നെല്ലിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഒറൈസ സെറ്റൈവ എന്നത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നെല്ലിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഒറൈസ സെറ്റൈവ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ധാന്യവിളയാണ് നെല്ല്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് എന്താണ്? കുട്ടനാടാണ്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന ജില്ല ഏതാണ് എന്ന് ചോദിച്ചാൽ അതേതാണ്? പാലക്കാടാണ്. കേരളം ഏറ്റവും കൂടുതൽ നെൽകൃഷി ഉള്ളത്, അതുപോലെ നെൽകൃഷി ഉള്ളത് പാലക്കാടും
കുറവുള്ളത് എവിടെയാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് ഇടുക്കിയിലുമാണ്. ഇടുക്കിയിലൊക്കെ സുഗന്ധവ്യഞ്ജന കൃഷി അങ്ങനത്തെ ഒക്കെ ബന്ധപ്പെട്ടിട്ടാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ പാലക്കാട്, കുറവ് ഇടുക്കിയിലാണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ അത് എക്കൽ മണ്ണാണ്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിരിപ്പ് കൃഷി. നമ്മൾ പറഞ്ഞു പോലെ വിരിപ്പ് കൃഷി എപ്പോൾ തുടങ്ങിയിട്ടാണെന്ന് പറഞ്ഞു, മാർച്ച് ഏപ്രിൽ തുടങ്ങിയിട്ട് ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് എന്ന് പറഞ്ഞു. ആ വിരിപ്പ് കൃഷി ഏറ്റവും കൂടുതലുള്ളത് പാലക്കാട് ജില്ലയിലാണ്. മുണ്ടകൻ കൃഷി എന്നറിയപ്പെടുന്നത് എന്താണ്? ശീതകാല കൃഷിയാണ് അല്ലേ. മുണ്ടകൻ കൃഷി എന്ന് പറയുന്നത് എന്താണ്? ശീതകാല കൃഷിയാണ്. അത് എപ്പോഴാണ്? ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ തുടങ്ങിയിട്ട് നവംബർ ഡിസംബർ മാസങ്ങളിലാണ്. അതുകൊണ്ടാണ് അതിന് ശീതകാല കൃഷി എന്നറിയപ്പെടുന്നത്. പുഞ്ചകൃഷി എന്ന് പറയുന്നത് വേനൽക്കാല കൃഷിയാണ്. പുഞ്ചകൃഷി എന്നറിയപ്പെടുന്നത്. വിരിപ്പ് കൃഷിയെ ഖാരിഫ് വിളകളും ശരത്കാല വിള എന്നും വിരിപ്പ് കൃഷിയെ വിളിക്കുന്നു. പുഞ്ചകൃഷി എന്ന് പറയുന്നത് എന്താണ്? വേനൽക്കാല കൃഷിയാണ് അല്ലേ. ഡിസംബർ ജനുവരിയിൽ തുടങ്ങി മാർച്ച് ഏപ്രിൽ നമ്മൾ വിളവിറക്കുന്നതാണ് പുഞ്ചകൃഷി. ഇനി നമുക്ക് കുറച്ച് നെല്ലിനങ്ങൾ നോക്കാം. നെല്ലിനങ്ങൾ നോക്കുമ്പോൾ ഹ്രസ്വകാല നെൽവിത്തിനങ്ങൾ, പലതരം നെല്ലിനങ്ങളുണ്ട്. അതിൽ തന്നെ നമുക്ക് ഇങ്ങനെ തരംതിരിച്ച് പഠിക്കാം. ഹ്രസ്വകാല നെൽവിത്തിനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അന്നപൂർണ്ണ. ഹ്രസ്വകാലം പറഞ്ഞാൽ എന്താണ്? വളരെ കുറച്ച് സമയം കൊണ്ട്, നമ്മൾ പറഞ്ഞ പോലെ ഏറ്റവും കുറച്ച് സമയം കൊണ്ട്, ഈ മുണ്ടകൻ, പുഞ്ച പോലെ കുറച്ച് സമയം കൊണ്ട് തന്നെ കൊയ്തെടുക്കുന്നതിനെയാണ് ഹ്രസ്വകാല കൃഷി എന്ന് പറയുന്നത്. ആ കൃഷി ഏതാണെന്ന് നമുക്ക് നോക്കാം. ഹ്രസ്വകാല മൂപ്പുള്ള നെൽവിത്തനങ്ങൾക്ക് ഉദാഹരണമാണ് അന്നപൂർണ്ണ, രോഹിണി, മട്ടത്രിവേണി, അതുപോലെ സ്വർണ്ണപ്രഭ, ജ്യോതി, കൈരളി, അരുണ, കാർത്തിക, കാഞ്ചന, രമണിക എന്നിവ ഏതൊക്കെയാണ്? അന്നപൂർണ്ണ, രോഹിണി, മട്ടത്രിവേണി, സ്വർണ്ണപ്രഭ, ജ്യോതി, കൈരളി, അരുണ, കാർത്തിക, കാഞ്ചന, രമണിക എന്നിവ. അതുപോലെ മധ്യകാല മൂപ്പുള്ള നെൽവിത്തനങ്ങൾക്ക് ഉദാഹരണമാണ് ശബരി, അശ്വതി, ജയ, ഭാരതി, ആതിര, പവിത്ര, പഞ്ചമി, രഞ്ജിനി, കനകം, വൈറ്റില 1 എന്ന് പറയുന്ന വൈറ്റില 1. ശബരി, അശ്വതി, ജയ, ഭാരതി, ആതിര, പവിത്ര, പഞ്ചമി, രഞ്ജിനി, കനകം, വൈറ്റില എന്നിവ എന്തിൻ്റെ ഉദാഹരണമാണ്? മധ്യകാല മൂപ്പുള്ള നെൽവിത്തനങ്ങൾക്ക് ഉദാഹരണമാണ്. അതുപോലെ ദീർഘകാല മൂപ്പുള്ള നെൽവിത്തനങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കായംകുളം 1, കൊട്ടാരക്കര 1, നിള, കരുണ, മകരം, കുംഭം, പൊന്നി, ദീപ്തി എന്നിവ ഏതൊക്കെയാണ്? കായംകുളം 1, കൊട്ടാരക്കര 1, നിള, കരുണ, മകരം, കുംഭം, പൊന്നി, ദീപ്തി. അത് ദീർഘകാല മൂപ്പുള്ള നെൽവിത്തനങ്ങളാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യപ്പെടുന്ന അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനമാണ് ഏഴോം. ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൽ ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യപ്പെടുന്ന അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനം ഏതാണ്? ഏഴാമാണ്. ഏഴോം. വിറ്റാമിൻ എ സമ്പുഷ്ടമായ നെല്ലിനം ഏതാണ്? സുവർണയാണ്. നെല്ലിൻ്റെ തവിട്ടിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B1 എന്നറിയപ്പെടുന്നത്. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ നെല്ലിനമാണ് കവിങ്ങിൻ പൂത്താല എന്ന് പറയുന്നത്. ഇത് പ്രമേഹ രോഗികൾക്ക് കഴിക്കുവാൻ നിർദ്ദേശിക്കുന്ന ഔഷധ നെല്ലിനം കൂടിയാണ്. പ്രമേഹ രോഗികൾക്ക് കഴിക്കുവാൻ വേണ്ടി പറയുന്ന ഔഷധ നെല്ലിനം കൂടിയാണ് എന്ത് എന്ന് പറയുന്നത്? ഈ കവിങ്ങിൻ പൂത്താല എന്ന് പറയുന്നത്. അതുപോലെ കുറച്ച് ഔഷധ നെല്ലിനങ്ങളാണ് ഗന്ധകശാല, അതുപോലെ ജീരകശാല, നവര, ചെന്നെല്ല്, കവിങ്ങിൻ പൂത്താല, കൈമ, ചുമല, വെളുമ്പല, പൂക്കിലത്തരി എന്നിവയെല്ലാം ഔഷധ നെല്ലിനങ്ങൾക്ക് ഉദാഹരണമാണ്. ഏതിനുദാഹരണം? ഔഷധ നെല്ലിനങ്ങൾക്ക് ഉദാഹരണമാണ്. അതുപോലെ നെൽപ്പാടങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്ന കളകളാണ് എന്ത് എന്ന് പറയുന്നത്? വരിനെല്ല്, കവട, പോള എന്ന് പറയുന്നത്. വരിനെല്ല്, കവട, പോള. നമ്മൾ പറഞ്ഞു നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം ഒറൈസ സറ്റൈവ എന്നാണ്. വരിനെല്ലിൻ്റെ ശാസ്ത്രീയ നാമം ഒറൈസ റൂഫി പോഗൺ എന്നാണ്. എന്താണ്? ഒറൈസ റൂഫി പോഗൺ എന്നാണ്. അതുപോലെ നെൽപ്പാടങ്ങളിൽ സാധാരണയായി ഉപയോഗിച്ചു വരുന്ന കളനാശിനികളാണ് ബ്യൂട്ടാകോർ, പ്രട്ടിലാക്ലോർ, അതുപോലെ പെൻഡിമെത്താലിൻ എന്നിവയെല്ലാം. നെൽപ്പാടങ്ങളിൽ സാധാരണയായി ഉപയോഗിച്ചു വരുന്ന കളനാശിനികളാണ്. നെല്ലിനെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കുലവാട്ടവും പോളരോഗവും പോളചീയലും തവിട്ടുപുള്ളി രോഗവും ഒക്കെയാണ്. കുലവാട്ടം, പോളരോഗം, പോളചീയൽ, തവിട്ടുപുള്ളി രോഗം എന്നിവയാണ് നെല്ലിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് തന്നെ നെല്ലിൻ്റെ ഗവേഷണ കേന്ദ്രങ്ങളും കൂടി നോക്കാം. നെല്ല് ഗവേഷണ കേന്ദ്രം പാലക്കാട് പട്ടാമ്പിയിലാണ് നെല്ല് ഗവേഷണ കേന്ദ്രം ഉള്ളത്. പാലക്കാട് പട്ടാമ്പി. അതുപോലെ തന്നെ ആലപ്പുഴയിലെ മാങ്കൊമ്പിലും ആലപ്പുഴയിലെ കായംകുളത്തും എറണാകുളത്തെ വെയ്റ്റിലയിലും നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്. എവിടേക്കാണ്? പാലക്കാട് പട്ടാമ്പി. ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചു വയ്ക്കുക. പാലക്കാട് പട്ടാമ്പി. ആലപ്പുഴയിലെ മാങ്കൊമ്പ്, കായംകുളം. ആലപ്പുഴയിലെ മാങ്കൊമ്പ്, കായംകുളം. എറണാകുളത്തിലെ വൈറ്റില എന്നിവയിലാണ് നെല്ല്
ഗവേഷണ കേന്ദ്രങ്ങൾ ഉള്ളത്. നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ ഉള്ളത്. ഇനി നമുക്ക് ഒരു വിള കൂടി നോക്കാം. തെങ്ങ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ വിസ്തൃതിയിൽ കൃഷി ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന എല്ലാം നാണ്യവിള ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? അത് തെങ്ങാണ് അല്ലേ. കേരളത്തിൽ നാളികേര ഉൽപാദനത്തിന് മുന്നിൽ നിൽക്കുന്നത് കോഴിക്കോടാണ്. നെല്ലുൽപാദനത്തിൽ പാലക്കാട്, നാളികേരത്തിൽ കോഴിക്കോടാണ്. തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് കൊക്കോസ് ന്യൂസിഫറയാണ്. ഈ തെങ്ങും നെല്ലും ഒക്കെ നമ്മൾ ഏത് പ്രദേശങ്ങളിലാണ് എന്ന് ചോദിച്ചാൽ തീരപ്രദേശത്താണ് കേട്ടോ. നമ്മൾ പറഞ്ഞ എക്കൽ മണ്ണിലാണ് എന്തുണ്ടാക്കുന്നത് പറഞ്ഞ് നെല്ല് കൃഷി ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതെവിടെയും കൂടുതൽ ഉണ്ടാവുക നമ്മുടെ തീരപ്രദേശത്താണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അനുയോജ്യമായ മണ്ണ്, അതുപോലെ ഏറ്റവും കൂടുതൽ നെല്ലും തെങ്ങും ഒക്കെ കാണപ്പെടുന്നത് തീരപ്രദേശങ്ങളിലാണ്. അപ്പോൾ തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം ഏതാണ്? കൊക്കോസ് ന്യൂസിഫറയാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷമാണ് തെങ്ങ് എന്നറിയപ്പെടുന്നത്. സെപ്റ്റംബർ 2 അന്താരാഷ്ട്ര നാളികേര ദിനം. സെപ്റ്റംബർ 2 എന്താണ്? അന്താരാഷ്ട്ര നാളികേര ദിനമാണ്. 1987 രൂപീകൃതമായതാണ് കേരഫെഡ് എന്ന് പറയുന്നത്. അത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. കേരഫെഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഇനി നമുക്ക് കുറച്ച് തെങ്ങ് ഗവേഷണ കേന്ദ്രങ്ങൾ നോക്കാം. നമ്മളപ്പോൾ മാങ്കൊമ്പ്, പട്ടാമ്പി, വൈറ്റില, അതുപോലെ വേറെ എന്താണ് പറഞ്ഞത്, കായംകുളം എന്നിവയൊക്കെ നെല്ല് ഗവേഷണ കേന്ദ്രമാണെന്ന് പറഞ്ഞല്ലേ. അതുപോലെ തെങ്ങ് ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്, അത് നോക്കാം. അതിൽ നമ്മൾ കേരഫെഡ് തിരുവനന്തപുരം പറഞ്ഞോട്ടെ ഫസ്റ്റ് തന്നെ. കാസർഗോഡാണ് കാസർഗോഡിലെ പീലിക്കോട്. അതുപോലെ ആലപ്പുഴയിലെ കായംകുളം, അത് നമ്മൾ നെല്ല് ഗവേഷണ കേന്ദ്രത്തിനും പറഞ്ഞിരുന്നു. ആലപ്പുഴയിലെ കായംകുളം. കേരള സംസ്ഥാന നാളികേര വികസന കോർപ്പറേഷൻ എവിടെയാണ്? തിരുവനന്തപുരം ആറ്റിങ്ങലിലാണ്. ആറ്റിങ്ങൽ നമ്മൾ പഠിച്ചിട്ടില്ല, ആറ്റിങ്ങൽ കലാപം 1721 അല്ലേ. അപ്പോൾ നമ്മൾ PSC പഠിക്കുമ്പോൾ ഒന്നൊന്നിനെ ബന്ധപ്പെടുത്തി തന്നെ പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ആറ്റിങ്ങൽ കലാപം 1721 കാര്യം പറഞ്ഞത്. ഉമയമ്മ റാണിയായിട്ടാണ് അതിൻ്റെ അത് ഇതിന് വേണ്ടിയിട്ടാണ് കുരുമുളകിനുമായി ബന്ധപ്പെട്ടിട്ടുള്ളായിരുന്നു ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. കേരള സംസ്ഥാന നാളികേര വികസന കോർപ്പറേഷൻ തിരുവനന്തപുരം ആറ്റിങ്ങലിലാണ്. നാളികേര ഗവേഷണ കേന്ദ്രം വികസന കോർപ്പറേഷൻ തിരുവനന്തപുരം ആറ്റിങ്ങൽ. കേന്ദ്രം ചോദിച്ചാൽ തിരുവനന്തപുരത്ത് തന്നെ ബാലരാമപുരമാണ്. നാളികേര വികസന ബോർഡ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കൊച്ചിയിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, മാറിപ്പോയത്. കോർപ്പറേഷൻ തിരുവനന്തപുരം ആറ്റിങ്ങൽ, കേന്ദ്രം ഗവേഷണ കേന്ദ്രം ബാലരാമപുരം, വികസന ബോർഡ് കൊച്ചിയിലാണ്. കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം ചോദിച്ചാൽ സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രമാണ് തിരുവനന്തപുരം, ബാലരാമപുരം പറഞ്ഞു. കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം ചോദിച്ചാൽ ആലപ്പുഴയിലെ കായംകുളത്താണ്. കേരഫെഡ് എവിടെയാണ്? തിരുവനന്തപുരം വെള്ളയമ്പലമാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ തെങ്ങിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ എന്തിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്? തെങ്ങിനെക്കുറിച്ചും നെല്ലിനെക്കുറിച്ചും പറഞ്ഞു. പക്ഷെ നമ്മൾ ഇതിൽ പറയാത്ത ഒന്നുണ്ട്, തെങ്ങിൻ്റെ കുറച്ച് വിളകൾ ഏതൊക്കെയാണെന്നും കൂടി പറയണ്ട. അതും കൂടി പറഞ്ഞാലാണ് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് മുഴുവനാവുള്ളൂ അല്ലേ. അടുത്തിടെ തെങ്ങിൻ്റെ ജനിതക രഹസ്യം കണ്ടുപിടിക്കുക. നമ്മൾ പരീക്ഷണം നടത്തിയത് ഏത് തെങ്ങിലാണെന്ന് ചോദിച്ചാൽ ചാവക്കാട് പച്ചക്കുള്ളനിലാണ്. അതുപോലെ D*T തെങ്ങുകൾ വികസിപ്പിച്ചെടുത്തത് കാസർഗോഡ് തോട്ടവിള ഗവേഷണ കേന്ദ്രമാണ്. എവിടെയാണ്? കാസർഗോഡ് തോട്ടവിള ഗവേഷണ കേന്ദ്രമാണ്. ഈ തെങ്ങിൻ്റെ ഇനങ്ങളാണ് വെസ്റ്റ് കോസ്റ്റ് ടാൾ, ചാവക്കാട് ഓറഞ്ച്. ഏതൊക്കെയാണ്? വെസ്റ്റ് കോസ്റ്റ് ടാള്, ചാവക്കാട് ഓറഞ്ച്. അതുപോലെ തന്നെയാണ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ, അതുപോലെ പശ്ചിമതീര കൊന്ന, ചാവക്കാട് ഓറഞ്ച്, D*T, അനന്തഗംഗ, ലക്ഷഗംഗ, കേരഗംഗ, കോമാടൻ എന്നിവയെല്ലാം എന്താണ്? തെങ്ങിൻ്റെ എന്താണ് വരുന്നത്? ഇനങ്ങളാണ്. തെങ്ങിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളാണ് ലക്ഷഗംഗ, കേരഗംഗ, ചാവക്കാട് കുള്ളൻ, കേരശ്രീ, അനന്തഗംഗ, മലയൻ ഡോൾഫ്, നീലേശ്വരം കുള്ളൻ, കേരമധുരം, ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. അതുപോലെ തന്നെയാണ് കോമാടൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പറഞ്ഞാൽ തിരുവല്ല, ചെങ്ങന്നൂർ താലൂക്കുകളിലെ കർഷകർ ചെന്തെങ്ങിൽ പരാഗണം നടത്തി വികസിപ്പിച്ചെടുത്ത തെങ്ങിനമാണ് കോമാടൻ എന്ന് പറയുന്നത്. അതുപോലെ കേരഗംഗ എന്ന് പറയുന്നത് പശ്ചിമതീര കൊന്ന മാതൃവൃക്ഷമായും ഗംഗാബോധം ഡോർഫ് പിതൃവൃക്ഷവുമായ സങ്കര ഇനമാണ് കേരഗംഗ എന്ന് പറയുന്നത്. ലക്ഷഗംഗയുടെ ചോദിക്കുമ്പോൾ ലക്ഷദ്വീപ് ഓർഡിനറി മാതൃവൃക്ഷവും ഗംഗാബോധം ഡോർഫ് പിതൃവൃക്ഷവുമായ സങ്കര ഇനമാണിത്. അതുപോലെ അനന്തഗംഗയുടെ ആൻഡമാൻ ഓർഡിനറി മാതൃവൃക്ഷവും ഗംഗാബോധം ഡോൾഫ് പിതൃവൃക്ഷവുമായ സങ്കരീനമാണത്. T*D എന്ന് പറയുന്നത് പശ്ചിമതീര കൊന്ന മാതൃവൃക്ഷവും
ചാവക്കാട് ഓറഞ്ച് ഡോൾഫ് പിതൃവൃക്ഷവുമായ സങ്കര ഇനമാണ് ടി ഇൻറ്റു ഡി. ഡി ഇൻറ്റു ടി എന്ന് പറയുന്ന ഇനം വന്നിട്ട് കുറിയ ഇനം മാതൃവൃക്ഷവും ഞെടിയ ഇനം പിതൃവൃക്ഷവുമായ സങ്കര ഇനമാണിത്. അതുപോലെ എന്താണ് വർഗസങ്കരണം? ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷത ഉള്ളതുമായ ചെടികൾ തമ്മിൽ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം. അപ്പോൾ നമുക്ക് അതിൽ കുറേ പഠിക്കാനുണ്ട് അല്ലേ. ടിഷ്യൂ കൾച്ചർ പഠിക്കാണ്ട്, വർഗസങ്കരണം പഠിക്കാണ്ട്. അപ്പോൾ അത് നമ്മൾ വേറെ ക്ലാസ് എടുക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ തെങ്ങിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നെല്ലിൽ നമ്മൾ കുറേ പറഞ്ഞു. നെല്ലിനങ്ങൾ ജ്യോതി, ശബരി, കാഞ്ചന, കരുണ, നിള, അരുണ, ഭദ്ര, രമ്യ, കരിഷ്മ, രമണിക, സാഗര, ഹസ, ഓണം, ഭാരതി, മനുപ്രിയ, പവിത്ര, അന്നപൂർണ, ഉമ. അതുപോലെ ഔഷധ നെല്ലിനങ്ങളായ ഗന്ധകശാല, ജീരകശാല, നവര, ചെന്നെല്ല്, കവിങ്ങിൻ പൂത്താല, കൈമ, ചൊമല, വെളുമ്പല, പൂക്കിലത്തരി, അന്നപൂർണ, രോഹിണി, മട്ടത്രിവേണി, സ്വർണ്ണപ്രഭ, ജ്യോതി, കൈരളി, ശബരി, അശ്വതി, ജയ, ഭാരതി, ആതിര, വൈറ്റില, കായംകുളം, കൊട്ടാരക്കര, നിള, കരുണ, മകരം, കുംഭം, പൊന്നി, ദീപ്തി. ഇവയെല്ലാം എന്താണ്? നെല്ലിനങ്ങളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇതിനൊരു തുടക്കം മാത്രമാണ്. കാരണം ഇത് കഴിഞ്ഞിട്ട് ഇനിയും നമുക്ക് കുറേ ഇനങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ. കാപ്പി ഇനങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കുന്നതാണ് അറബിക്ക, റോബസ്റ്റ മാത്രമല്ല സാൻ റമൺ, കാവേരി എന്നിവയും പ്രധാന കാപ്പി ഇനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ പേര് തന്നിട്ട് ഇത് ഏത് ഇനങ്ങളാണ് എന്ന് ചോദിക്കാം. അതുപോലെ നമ്മൾ വർഗസങ്കരണം പറഞ്ഞു. എന്താണ് വർഗസങ്കരണം? ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സവിശേഷതകളുള്ളതുമായ ചെടികൾ തമ്മിൽ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് വർഗസങ്കരണം. ഹൈബ്രിഡൈസേഷൻ പറഞ്ഞാൽ ഒരേ വർഗം വ്യത്യസ്തമായ സവിശേഷതകളുള്ളതാണ്. ടിഷ്യൂ കൾച്ചർ പറഞ്ഞാൽ എന്താണ്? ഒരു ചെടിയിൽ നിന്ന് മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണമുള്ള 100 കണക്കിന് തൈ ഉൽപ്പാദിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. ഇടവിള എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകളാണ് ഇടവിള. ഇന്റർ ക്രോപ്പ് എന്നറിയപ്പെടുന്നത്. വിള പര്യായം അഥവാ ക്രോപ്പ് റൊട്ടേഷൻ പറഞ്ഞാൽ എന്താണ്? ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ചെയ്യാതെ മറ്റു വിള കൃഷി ചെയ്യുന്നതിനെയാണ് ക്രോപ്പ് റൊട്ടേഷൻ എന്നറിയപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇതാണ് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ ക്ലാസ്സുമായി വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.